ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. സിമ്പിളായിട്ടൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള കുക്കിംഗ് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത് യൂട്യൂബ് തന്നെയായിരുന്നു. യൂട്യൂബ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലെ ഷാൻജിയോ എന്ന് പറഞ്ഞ കുക്കിംഗ് ചാനൽ. പുള്ളീനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അന്നും ഇന്നും. പുള്ളിയുടെ ഒരു റെസിപ്പിയാണ് ആക്ച്വലി ഇതും. സിമ്പിൾ ചിക്കൻ കറി. ചെറുതായിട്ട് എൻ്റേതായ രീതിക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ചൂടായതിന് ശേഷം സവോള അതിലേക്ക് അരിഞ്ഞിടുക. സവോള അരിഞ്ഞിടുമ്പോൾ ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് സവോള വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി സ്റ്റാർട്ടിങ്ങിലെ തന്നെ. അതാകുമ്പോൾ പെട്ടെന്ന് സവോള വഴണ്ട് കിട്ടും. അത് ഞാനെപ്പോഴും ചെയ്യുന്നതാണ്, അത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, സവോള ഇട്ടു, ഉപ്പിട്ടു, ഒന്ന് വഴറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്യാണ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരമാവധി ഒഴിവാക്കുക, കാരണം ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരും. എപ്പോഴും നാച്ചുറലായിട്ടുള്ള നമ്മൾ തൊലി കളഞ്ഞ് പൊടിച്ചെടുക്കാൻ തന്നെ നോക്കുക, മിക്സിയിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം മല്ലിയില, തക്കാളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിൽ മല്ലിപ്പൊടി ഇടുന്നില്ല, കാരണം എൻ്റെ വീട്ടിൽ മല്ലിപ്പൊടി അത്രയും ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ ചിക്കൻ കറികളിൽ മല്ലിപ്പൊടി കുറവായിരിക്കും. പകരം മല്ലിയില യൂസ് ചെയ്യും, പക്ഷേ മല്ലിപ്പൊടി ഞങ്ങളധികം യൂസ് ചെയ്യാറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റാമല്ലോ. ചിലർക്ക് ചിലപ്പോൾ നല്ല പച്ചമുളക് പറ്റില്ലായിരിക്കും, മുളക് പൊടി മാത്രമേ പറ്റുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവൊന്നും പറയാൻ, ഇപ്പോൾ ഷാൻജിയോനെ പോലെ കറക്റ്റ് അളവൊന്നും പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മൾ സ്ഥിരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ വീട്ടുകാരുടേതായ ഒരു അളവ് നമുക്കറിയാമല്ലോ, നമ്മളതങ്ങ് ഫോളോ ചെയ്യുക. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടെക്സ്ചറായി മാറും ഈ മസാല. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഈ മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് വേവാനായിട്ട് കുറച്ച് ടൈം വേണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം, നല്ലോണം വെള്ളം ഒഴിക്കരുത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറി അത്യാവശ്യം ചാറ് കിട്ടാനുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് വല്ലാണ്ടാവരുത്. ഇത് അത്യാവശ്യം ചെറിയ രീതിയിൽ മുങ്ങിക്കിടക്കുന്ന വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മളത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഏകദേശം ഒരു വേവ് അറിയാമല്ലോ. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കാരണം ഇത് ഞാൻ ഉരുളിയിലാണ് വെക്കുന്നത്, പാനാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഇത് സത്യം പറഞ്ഞാൽ കറി ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഞാനിതിപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്. നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കണേ, കമൻറ്റും ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. ഓക്കെ, ബൈ.